ആഗോള രാഷ്ട്രീയത്തിന്റെ കളിത്തട്ടിൽ ദശകങ്ങളായി ഉപരോധങ്ങളുടെയും നയതന്ത്ര സമ്മർദ്ദങ്ങളുടെയും നിഴലിൽ കഴിയുന്ന രാജ്യമാണ് ഇറാൻ. എന്നാൽ വീട് പോകുമെന്ന് കരുതുന്നിടത്തു നിന്നും കൂടുതൽ കരുത്തോടെ ഉയർന്നെഴുന്നേൽക്കുന്ന ഇറാന്റെ കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളും തീർത്ത ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകളെ സ്വന്തം നയതന്ത്ര ബുദ്ധി കൊണ്ട് ഇറാൻ മറികടക്കുകയാണ്. ഇത് വെറും ഒരു അതിജീവനമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്ന ഇറാന്റെ കരുത്തുറ്റ തിരിച്ചുവരവാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനുമേൽ പാശ്ചാത്യ ശക്തികൾ നിരവധി സാമ്പത്തിക നയതന്ത്ര വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നീക്കങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ പ്രതിരോധ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിലൂടെ ഇറാൻ ഇതിനെ നേരിട്ടു. സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ചും പാശ്ചാത്യേതര രാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കിയും ഇറാൻ തങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. അമേരിക്ക ഇറാനുമേൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പരസ്പര ബഹുമാനം എന്ന മൂല്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇറാൻ പ്രതികരിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യത്തിന് മുന്നിൽ പതറാതെ ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്ന ഉറച്ച നിലപാടിൽ ഇറാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകക്രമത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇറാനും ചൈനയും തമ്മിലുള്ള വളരുന്ന ബന്ധം. ഇത് വെറും ഒരു സൈനിക ഇടപെടലല്ല, മറിച്ച് 25 വർഷത്തെ തന്ത്രപരമായ പങ്കാളിത്ത കരാറിന്റെ ഭാഗമാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ ഇറാൻ ഒരു പ്രധാന പങ്കാളിയാണ്. ഇറാന്റെ എണ്ണ ശേഖരവും ചൈനയുടെ സാങ്കേതിക വിദ്യയും ഒന്നിക്കുമ്പോൾ അത് ലോക സാമ്പത്തിക ക്രമത്തിൽ പുതിയൊരു ചാലകശക്തിയാകുന്നു. അന്താരാഷ്ട്ര ശക്തി കേന്ദ്രങ്ങളുമായി ബന്ധം വൈവിധ്യമാക്കാനുള്ള ഇറാന്റെ ശ്രമമായി ഇതിനെ വിദഗ്ധർ കാണുന്നുണ്ട്. പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് പകരമായ ഒരു ഭൗമരാഷ്ട്രീയ തന്ത്രമാണിത്. ഇറാന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ് ചൈനീസ് നിർമ്മിത CM-302 മിസൈലുകൾ സ്വന്തമാക്കാനുള്ള നീക്കം. ചൈനയുടെ വ്യാഖ്യാതമായ YJ-12 മിസൈലിന്റെ കയറ്റുമതി പതിപ്പായ CM-302 ആധുനിക നാവിക യുദ്ധമുറകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒന്നാണ്. മിസൈലിന്റെ സാങ്കേതിക കരുത്തും ഇതിൽ പ്രധാനമാണ്. ശബ്ദത്തെക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ സൂപ്പർസോണിക് മിസൈൽ ശത്രുക്കളുടെ റഡാർ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നതിന് മുൻപേ ലക്ഷ്യസ്ഥാനത്ത് കുതിച്ചെത്തുന്നു. സമുദ്രോപരിതലത്തിന് തൊട്ടു മുകളിലൂടെ താഴ്ന്നു പറക്കുന്നതിനാൽ ആധുനിക പ്രതിരോധ കവചങ്ങളെ എളുപ്പത്തിൽ വെട്ടിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഏകദേശം 290 കിലോമീറ്റർ ഭൂപരിധിയുള്ള ഈ മിസൈൽ വലിയ യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിനി കപ്പലുകളെയും പോലും തകർക്കാൻ ശേഷിയുള്ളതാണ്. ഗൾഫ് മേഖലയിലെ ഇറാന്റെ തീരദേശ സുരക്ഷ ശക്തമാക്കുന്നതിനും വിദേശ കപ്പലുകളുടെ അനാവശ്യ കടന്നുകയറ്റം ഫലപ്രദമായി തടയുന്നതിനും ഈ മിസൈലുകൾ ഇറാന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇറാന്റെ നാവിക സിദ്ധാന്തം പലപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അസാമാന്യമായ യുദ്ധമുറയിലാണ്. വലിയ നാവികസേനകളെ നേരിടാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോണുകൾ, ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകൾ, തീരദേശ മിസൈലുകൾ എന്നിവ ഉപയോഗിക്കുന്നതിൽ ഇറാൻ ഇതിനോടകം വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട്. ഇതിലേക്ക് CM-302 കൂടി എത്തുന്നതോടെ ഇറാന്റെ പ്രതിരോധ വലയം അജേയമായി മാറും. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെ സാന്നിധ്യത്തിന് മറുപടിയായി സ്വന്തം മണ്ണും സമുദ്രവും കാക്കാൻ തങ്ങൾ സജ്ജമാണെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. ഇറാന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: അവർ ഒരേ സമയം പീരങ്കിയും ഒലിവ് ശാഖയും കയ്യിലേന്തുന്നു. ഇവിടെ ഇറാൻ വരുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. ഒരു വശത്ത് സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുമ്പോഴും മറുവശത്ത് സമാധാനപരമായ ചർച്ചകളിലൂടെ ഉപരോധങ്ങൾ നീക്കം ചെയ്യാനുള്ള നയതന്ത്ര നീക്കങ്ങളും ഇറാൻ നടത്തുന്നു. സ്വന്തം ആണവാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ശ്രമം ഇറാന്റെ പക്വമായ വിദേശ നയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ഈ വളർച്ച മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലും ചലനങ്ങൾ ഉണ്ടാക്കും. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയെ കരുതലോടെയാണ് കാണുന്നത്. എന്നാൽ ഈ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ പരമ്പരാഗത പാശ്ചാത്യ ശക്തി കേന്ദ്രങ്ങളുടെ സ്വാധീനത്തിൽ മാറ്റം സംഭവിക്കുകയും ഒരു ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. ചൈന-ഇറാൻ പ്രതിരോധ സഹകരണം ശക്തമാകുന്നത് ഭാവിയിൽ ആഗോള രാഷ്ട്രീയത്തിലെ ശക്തി സന്തുലിതാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുമെന്നതും ഇപ്പോൾ ലോകം ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന പ്രധാന ചോദ്യമാണ്. ഇറാന്റെ ഈ നീക്കങ്ങൾ കേവലം ഒരു പ്രാദേശിക രാജ്യം നടത്തുന്ന ആയുധ ശേഖരണമല്ല, മറിച്ച് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. അമേരിക്കയുടെ ഉപരോധം ഏർപ്പെടുത്തി ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രം ഇനി ഫലിക്കില്ലെന്ന് ഇറാൻ തെളിയിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ശക്തി വെറും സാമ്പത്തിക ശേഷിയിലോ രാഷ്ട്രീയ അംഗീകാരത്തിലോ മാത്രം ആശ്രയിച്ചല്ല നിർണ്ണയിക്കപ്പെടുന്നതെന്നും മറിച്ച് തന്ത്രപരമായ സഖ്യങ്ങളുടെയും നിശ്ചയദാർഢ്യങ്ങളുടെയും ഏത് പ്രതിസന്ധിയും അതിജീവിക്കാമെന്നും ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഓരോ തീരുമാനവും മേഖലയിൽ സുരക്ഷാ ആശങ്കകളും മത്സര മനോഭാവം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ പ്രതിരോധ ശക്തിയും നയതന്ത്ര സംഭാഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ഭാവിയിൽ സ്ഥിരതയ്ക്ക് നിർണായകമാവുക. സമാധാനം സുരക്ഷയും ഉറപ്പാക്കാൻ സൈനിക കരുത്തിനൊപ്പം സംഭാഷണത്തിനും
സഹകരണത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇറാന്റെ ഈ പുതിയ തന്ത്രപരമായ നീക്കം ശക്തിയുടെ പ്രകടനത്തിന് എന്നതിലുപരി സ്വയം പര്യാപ്തതയും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു. ഉപരോധങ്ങളുടെ ചെങ്ങലക്കെട്ടുകളെ തകർത്തെറിഞ്ഞ് ആഗോള ശക്തികളോട് തുല്യമായി സംസാരിക്കാൻ ഇറാനെ പ്രാപ്തമാക്കുന്നത് അവരുടെ ദീർഘവീക്ഷണമുള്ള നയങ്ങളാണ്. മാറുന്ന ലോകക്രമത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇറാൻ ഭാവിയിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതും ഉറപ്പാണ്.